കലോത്സവം നാടിൻ്റെ ഉത്സവമായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ എത്ര ജനമാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ജനസാഗരം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നോക്കൂ, പ്രധാനപ്പെട്ട ചില മലബാറിൻ്റെ ഇനങ്ങളൊക്കെ നടക്കുന്ന ആ ഭാഗത്ത് കാണുന്ന തിരക്കാണ്, ഒന്നാമത്തെ വേദിയുടെ മുൻപിൽ കാണുന്ന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരികയാണ്. ഉത്സവമാകുന്നതിൻ്റെ മറ്റൊരു ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഒരു പ്രത്യേക കനോപ്പി ഉണ്ടാക്കി ആളുകൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കച്ചവടം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എത്ര നേരമായി ഇങ്ങോട്ട് വന്നിട്ട് കലോത്സവ നഗരിയിലേക്ക് വന്നിട്ട്? രാവിലെ വന്നിരുന്നു. ഏതൊക്കെ മത്സരം കാണാനാണ് പ്രധാനമായിട്ടും ശ്രമിച്ചത്? ഒപ്പന ഉണ്ടോ, കോൽക്കളി. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇവിടെ മരക്കലങ്ങുന്നു. കുടുംബസമേതം പോന്നോ? കുട്ടികളും ഞാനും. അതാണ് ഞാൻ പറയായിരുന്നു, ഇതൊരു ഉത്സവം തന്നെയാണ് അല്ലേ, നാടിന്റെ ഒരു ഉത്സവമായി മാറി. അതാണ്, ഉത്സവം തന്നെയാണ്, ഉഷാറാണ്. തീർച്ചയായിട്ടും ഇതാ ഉത്സവ കാഴ്ചകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ കടല എന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് വരുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി കടലയൊക്കെ വറുത്ത് കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുടെ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. എങ്ങനെ 2-3 ദിവസമായിട്ട് ഇവിടെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്? കടലയ്ക്ക് 10 രൂപയാണ് വില. അപ്പൊ എത്ര 2-3 ദിവസമായിട്ട് സജീവമായിട്ടുണ്ട് അല്ലേ? 5 ദിവസമായി തുടങ്ങിയിട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് കച്ചവടം. ഇന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, കച്ചവടം നല്ല തിരക്ക്, കച്ചവടം കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട്. പേരെന്താ? ഷാനവാസ്. എവിടെ സ്ഥലം? ചാപ്പനങ്ങാടി, മലപ്പുറം ചാപ്പനങ്ങാടി. അപ്പൊ ഇവിടെ ഞാൻ എല്ലാ കലോത്സവം പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടെ തിരൂരൻ, ഇവിടെ പിന്നെ എന്താണ് വേങ്ങര കുറ്റൂരുണ്ടായിരുന്നു, പിന്നെ മേൽമുറിയിലുണ്ടായിരുന്നു. അല്ല അതേപോലെ തന്നെ എല്ലാ കലോത്സവത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ വീട് പണിയാണ് നടക്കുന്നുണ്ട്. അതിന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് 3 പെൺകുട്ടികളാണ്. പിന്നെ ബാപ്പി ഇല്ല, മരിച്ചു പോയിട്ട് കുറെ വർഷങ്ങളായിക്കണം. ഞങ്ങളെ കുടുംബത്തിൽ അതെ സ്വന്തം ബിസിനസ് ആണ്. ഇല്ല, എല്ലാവരും ഉണ്ടായിട്ടില്ല. നാട്ടിലെ ചിലർക്ക് സഹായിക്കുണ്ടാവും, മെമ്പർമാരൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാവും. അല്ലല്ല, ഇത് ബാക്കിയുള്ള സാധനം സ്വന്തമായിട്ടാണ്. ഈ കൗണ്ടർ കാര്യങ്ങളൊക്കെ സ്കൂളിലെ വാടക 30,000 രൂപ നമ്മൾ ചാർജ് കൊടുക്കണം. 30,000 രൂപ 5 ദിവസത്തിന്. പക്ഷെ ഒരുപാട് പിന്നെ കച്ചവടം ഇപ്പം മറ്റേ കുറവുണ്ടായിരുന്നു. ഇന്ന് ഏതായാലും ഇവിടെ കുറെ ബംഗാളികൾ പോപ്കോൺ കടലും സ്റ്റേജിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ദിവസം പാടാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, നമ്മള് പിന്നെ ഈ കലോത്സവ പരിപാടികളൊക്കെ കാണാൻ പറ്റിയോ? കാണാൻ പറ്റുന്നില്ല. സ്റ്റേജിൽ പോപ്കോൺ കടൽ നടന്ന് വിറ്റിന്ന് പിന്നെ കാണാൻ കുറച്ച്. പക്ഷെ പരിപാടി വളരെയൊക്കെ നന്നായിക്കണ്, ഉഷാറായിക്കണ്. ഓക്കെ, അപ്പൊ ഷാനവാസിനെ പോലെയുള്ള കുറേ ആളുകൾ ഇതുപോലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില ഇവിടെ കുറേ ബലൂണൊക്കെ നിൽക്കുന്നുണ്ട്, കണ്ടോ? ഇത് ഹൈഡ്രജൻ ബലൂണാണ്. ഇതൊക്കെ നമുക്ക് ഈ സാധാരണഗതിയിൽ ഉത്സവങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഉത്സവങ്ങൾക്ക് പോകുമ്പോഴാണ് കാണുക. അതുകൊണ്ടാണ് കലോത്സവം ഉത്സവ ഛായയിലേക്ക് പോയി എന്ന് ഞാൻ പറയുന്നത്. കുറേ ആളുകൾ കാണാൻ വരുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. എന്ത് പറയുന്നു? അടിപൊളി, സൂപ്പർ. ഈ കലോത്സവ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ മുതലുണ്ടോ ഇവിടെ? ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്, ഇവിടുത്തെ അധ്യാപകരാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടൊരു വലിയ കലോത്സവം നടക്കുന്നു, അതിന്റെ സമാപന ദിവസമാണെന്ന്. എന്താണ് തോന്നുന്നത്? എന്താ ഒരു ഉത്സവത്തിന്റെ പ്രതീതി, കഴിയാൻ പോണ ഒരിത് കഴിയല്ലേ, ഭയങ്കര ഉത്സവം തന്നെ. നല്ല രസമുണ്ടല്ലേ? എന്താ ഏറ്റവും കൂടുതൽ കണ്ടത്? ഏത് ഐറ്റാ, ഏത് പരിപാടിയാ കണ്ടേ? കുറെ കണ്ടു. ഇതൊക്കെ ആരാ വാങ്ങി തന്നെ? അത് പുറത്തുള്ള സാധനമാണ്. ആണോ?